ഹായ് ഹലോ പ്രിയപ്പെട്ട ഉദ്യോഗാർത്ഥി സുഹൃത്തുക്കളെ, നമ്മൾ പുതിയ പാഠപുസ്തകത്തെ SCERT പാഠപുസ്തകത്തെ ആസ്പദമാക്കിയിട്ടുള്ള ക്ലാസ് ആണ് നോക്കിക്കൊണ്ടിരിക്കുന്നത്. അതിൽ കേരളത്തിലെ നവോത്ഥാന നായകരും അവരുടെ പ്രസ്ഥാനങ്ങളെക്കുറിച്ച് കഴിഞ്ഞ ക്ലാസ്സിൽ കുറെ മനസ്സിലാക്കി. നമ്മൾ കേരള ഹിസ്റ്ററി ആയിട്ടൊക്കെ ബന്ധപ്പെട്ട് അതിന്റെ കണ്ടിന്യൂസ് ക്ലാസ് ആണ്. നിങ്ങൾക്ക് കമ്പനി ബോർഡ് LGS അതായത് 10th ലെവൽ പ്രിലിമിനറിക്കൊക്കെ പ്രയോജനം ചെയ്യുന്ന ഒരു ക്ലാസ് ആണ്. അതുപോലെ തന്നെ VFO വില്ലേജ് ഫീൽഡ് അസിസ്റ്റന്റിന്റെ അതുപോലെ ഡിഗ്രി മെയിൻസ് എക്സാം ഒക്കെ വരുന്നുണ്ട്. ഇതിനെല്ലാം പ്രയോജനം ചെയ്യുന്ന ഒരു ടോപ്പിക്കാണ് പുതിയ SCERT പാഠപുസ്തകത്തെ അടിസ്ഥാനമാക്കിയിട്ടുള്ള ടോപ്പിക്. അതിനോടൊപ്പം തന്നെ നമ്മൾ NCERT ഫാക്ട്സും മനസ്സിലാക്കുന്നുണ്ട്. നിങ്ങൾക്ക് ഈ ക്ലാസ് വളരെയധികം പ്രയോജനം ചെയ്യും. ക്ലാസ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാൻ വിട്ടുപോകരുത്, കമന്റ് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. നമുക്ക് എന്തായാലും ക്ലാസ്സിലേക്ക് പോയാലോ? എല്ലാവരും റെഡിയല്ലേ? എല്ലാവരും തയ്യാറാണെന്ന് കരുതുന്നു. നമ്മൾ അവസാനത്തെ ക്ലാസ്സിൽ വക്കം അബ്ദുൽ ഖാദർ മൗലവിയെ കുറിച്ചാണ് പറഞ്ഞു നിർത്തിയത്. ഇനി അടുത്തതായിട്ട് നമുക്കറിയാം പൊയ്കയിൽ യോഹന്നാൻ. നിങ്ങൾ കേട്ടിട്ടുണ്ട്, പൊയ്കയിൽ യോഹന്നാനെ കുറിച്ച് നിങ്ങൾ കേട്ടിട്ടുണ്ട് അല്ലെ? ജാതീയത, അടിമത്തം തുടങ്ങിയ സാമൂഹിക തിന്മകൾക്കെതിരെ പോരാടിയ നവോത്ഥാന നായകനാണ് പൊയ്കയിൽ യോഹന്നാൻ. അതായത് കേരളത്തിലെ ദളിത് വിമോചന ചരിത്രത്തിലെയും നവോത്ഥാന പ്രസ്ഥാനങ്ങളിലെയും സമാനതകളില്ലാത്ത വിപ്ലവകാരിയായ നേതാവായിരുന്നു ആര്? പൊയ്കയിൽ യോഹന്നാൻ എന്ന പൊയ്കയിൽ ശ്രീകുമാര ഗുരുദേവൻ. നിങ്ങൾക്കറിയാം അല്ലെ, കേരളത്തിലെ ദളിത് വിമോചന ചരിത്രത്തിലെ നവോത്ഥാന നായകനാണ് ആര്? പൊയ്കയിൽ യോഹന്നാൻ എന്ന പൊയ്കയിൽ അപ്പച്ചനൊക്കെ അറിയപ്പെടുന്ന പൊയ്കയിൽ ശ്രീകുമാര ഗുരുദേവൻ. കീഴാള ജനവിഭാഗങ്ങളുടെ അവകാശങ്ങൾക്കായി പോരാടിയ നവോത്ഥാന നായകനാണ് പൊയ്കയിൽ യോഹന്നാൻ. അദ്ദേഹം ജനിച്ചത് അറിഞ്ഞിരിക്കണം, വർഷം 1879 ഫെബ്രുവരി 17 പത്തനംതിട്ടയിലെ ഇരവിപേരൂരിൽ ജനിച്ച നവോത്ഥാന നായകനാണ് പൊയ്കയിൽ യോഹന്നാൻ. അദ്ദേഹത്തിന്റെ ആദ്യകാല നാമം സവർണ മേധാവിത്വത്തിന്റെ വിലക്കുകൾ കാരണം കുമാരൻ എന്ന അർത്ഥം വരുന്ന കൊമരൻ എന്നായിരുന്നു അദ്ദേഹത്തിന്റെ ആദ്യ നാമം. പൊയ്കയിൽ യോഹന്നാന്റെ ആദ്യ നാമം കൊമരൻ എന്നായിരുന്നു. പറയ സമുദായത്തിൽപ്പെട്ട കണ്ടൻ, കുഞ്ഞിളേച്ചി എന്നിവരുടെ മകനായിട്ടായിരുന്നു ആര് ജനിക്കുന്നത്? പൊയ്കയിൽ യോഹന്നാൻ. ക്രിസ്ത്യൻ ജന്മി കുടുംബത്തിലെ അടിമകളായിരുന്നു പൊയ്കയിൽ യോഹന്നാന്റെ മാതാപിതാക്കളായ കണ്ടനും കുഞ്ഞിളേച്ചിയും. നിങ്ങൾ പ്രത്യക്ഷ രക്ഷാ ദൈവസഭ കേട്ടിട്ടുണ്ടോ? PRDS. ഈ PRDS എന്ന പ്രസ്ഥാനം രൂപീകരിച്ചത് പൊയ്കയിൽ യോഹന്നാനാണ്. ക്രിസ്തുമതം സ്വീകരിച്ച് യോഹന്നാൻ എന്ന പേര് ലഭിച്ചെങ്കിലും സഭയ്ക്കുള്ളിൽ എന്ത് ചെയ്തു? ജാതീയ വിവേചനം അദ്ദേഹത്തിന് പൊയ്കയിൽ യോഹന്നാന് നേരിടേണ്ടി വരികയും അങ്ങനെ ക്രൈസ്തവ സഭകളിലെ ഇമ്പോർട്ടന്റ് ആണ് ജാതി വിവേചനത്തിൽ പ്രതിഷേധിച്ച് 1906 വർഷം ഓർത്തിരിക്കണം, 1906 വാകത്താനത്ത് വെച്ച് അദ്ദേഹം എന്ത് ചെയ്തു? ബൈബിള് കത്തിച്ചു. പൊയ്കയിൽ യോഹന്നാൻ വാകത്താനത്ത് വെച്ച് ബൈബിള് കത്തിച്ച് 1906 ക്രൈസ്തവനും ഹിന്ദുവുമല്ലാത്ത അതിദ്രാവിഡർ എന്ന ആശയം ഉയർത്തിപ്പിടിച്ചാണ് 1909 പ്രത്യക്ഷ രക്ഷാ ദൈവസഭ PRDS പൊയ്കയിൽ യോഹന്നാൻ സ്ഥാപിച്ചത്. 1909 ക്രൈസ്തവനും ഹിന്ദുവുമല്ലാത്ത അതിദ്രാവിഡർ എന്ന ആശയം ഉയർത്തിപ്പിടിച്ചു. ഓർത്തിരിക്കണം. ഇനി ഇദ്ദേഹത്തിന്റെ പ്രമുഖ സമരങ്ങളും നിയമസഭാ പ്രവർത്തനമൊക്കെ അറിഞ്ഞിരിക്കണം, എക്സാമിന് ചോദിക്കും. അടിലഹള കേട്ടിട്ടുണ്ടാവും. അവശത അനുഭവിക്കുന്ന ജനങ്ങളുടെ മോചനത്തിനായി പൊയ്കയിൽ യോഹന്നാൻ നയിച്ച സമരങ്ങളെയാണ് അടിലഹള എന്നറിയപ്പെടുന്ന. അവശത അനുഭവിക്കുന്ന ജനങ്ങളുടെ മോചനത്തിന് പൊയ്കയിൽ യോഹന്നാൻ നയിച്ചതാണ് അടിലഹള, അതല്ലെങ്കിൽ വാകത്താനം ലഹള, അതുപോലെ തന്നെ കൊഴുക്കും ചിറ ലഹള എന്നിവയൊക്കെ ഇതിൽ പെടുന്നതാണ്. അപ്പോൾ പൊയ്കയിൽ യോഹന്നാന്റെ അടിലഹളയിൽ പെടുന്നവയാണ് വാകത്താനം ലഹളയും കൊഴുക്കും ചിറ ലഹളയും. അദ്ദേഹം PRDS സ്ഥാപിച്ചതെന്ന 1909 വാകത്താനത്ത് വെച്ചിട്ടാണ് ക്രൈസ്തവ സഭകളിലെ ജാതി വിവേചനത്തിൽ പ്രതിഷേധിച്ച് ബൈബിള് കത്തിച്ചത്. അടുത്ത ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഫാക്റ്റ് ആണ്, സർക്കാർ അനുമതിയോടെ തിരുവിതാംകൂറിൽ അയിത്ത ജാതിക്കാരെ ആദ്യമായി ഇംഗ്ലീഷ് വിദ്യാലയം ആരംഭിച്ചത് ആരാണെന്ന് ചോദിക്കും. പൊയ്കയിൽ അപ്പച്ചനാണ്, പൊയ്കയിൽ യോഹന്നാനാണ് സർക്കാർ അനുമതിയോടെ തിരുവിതാംകൂറിൽ അയിത്ത ജാതിക്കാർക്കായി ആദ്യമായി ഇംഗ്ലീഷ് വിദ്യാലയം ആരംഭിച്ചത്. അതുപോലെ തന്നെ
1921, 1931 വർഷം അറിഞ്ഞു. 1921, 1931 ഈ വർഷങ്ങളിൽ തിരുവിതാംകൂർ ശ്രീമൂലം പ്രജാസഭയിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ട നവോത്ഥാന നായകനാണ് പൊയ്കയിൽ യോഹന്നാൻ. ദളിതരുടെ ഭൂമി, വിദ്യാഭ്യാസം, തൊഴിൽ എന്നിവയ്ക്കായി ശക്തമായി അദ്ദേഹം അതിനോടൊപ്പം വാദിക്കുകയും ചെയ്തു. അപ്പോൾ ശ്രീമൂലം തിരുവിതാംകൂർ ശ്രീമൂലം പ്രജാസഭയില് 1921 1931 പൊയ്കയിൽ യോഹന്നാൻ തിരഞ്ഞെടുക്കപ്പെട്ടത്. ഇദ്ദേഹത്തിന്റെ പ്രത്യേകത എന്ന് പറയുന്നത് എഴുത്തും വായനയൊക്കെ സ്വയം പഠിച്ച അദ്ദേഹം മികച്ചൊരു പ്രഭാഷകനും കവിയുമൊക്കെ ആയിരുന്നു. കാണുന്നില്ല ഒരക്ഷരവും എന്റെ വംശത്തെ പറ്റി. ഇത് അദ്ദേഹത്തിന്റെ വരികളാണ്, പൊയ്കയിൽ യോഹന്നാന്റെ വരികളാണ്. കാണുന്നില്ല ഒരക്ഷരവും എന്റെ വംശത്തെ പറ്റി എന്ന പൊയ്കയിൽ യോഹന്നാന്റെ വരികള് ദളിത് ചരിത്ര അന്വേഷണത്തിന്റെ ശക്തമായ പ്രഖ്യാപനമാണ്. ഈ പൊയ്കയിൽ യോഹന്നാന്റെ കവിതകൾ രത്നമണികൾ എന്ന പേരില് സമാഹരിച്ചിട്ടുണ്ട്. എന്താണ് രത്നമണികൾ എന്ന പേരിൽ സമാഹരിച്ചിട്ടുള്ളത്? ആരുടെ കവിതകളാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പൊയ്കയിൽ അപ്പച്ചന്റെയാണ്. 1939 ജൂൺ 29 പൊയ്കയിൽ യോഹന്നാൻ അന്തരിക്കുകയും ചെയ്തു. ആദിയാർ ജനതയുടെ ആത്മാഭിമാനവും അവകാശങ്ങളും വീണ്ടെടുത്ത നായകനായിട്ടാണ് ആദിയാർ ജനതയുടെ ആത്മാഭിമാനവും അതുപോലെ തന്നെ അവകാശങ്ങളും വീണ്ടെടുത്ത നായകനായിട്ട് ജ്വലിച്ചു നിൽക്കുന്ന നവോത്ഥാന നായകനാണ് ആരുടെ? പൊയ്കയിൽ യോഹന്നാൻ. ഓക്കെ അല്ലേ? ഏകദേശം ഐഡിയ കിട്ടിക്കാണുമല്ലോ. ഇനി നമ്മൾ അടുത്ത നവോത്ഥാന നായകനാണ് VT ഭട്ടതിരിപ്പാട്. നിങ്ങൾ കേട്ടിട്ടുണ്ടാകും. അടുക്കളയിൽ നിന്ന് അരങ്ങത്തേക്കെന്ന അദ്ദേഹം രചിച്ച പ്രശസ്തമായിട്ടുള്ള നാടകങ്ങളെ കുറിച്ചൊക്കെ അറിയാമല്ലേ? കേരളത്തിലെ നമ്പൂതിരി സമുദായത്തിലെ അനാചാരങ്ങൾക്കെതിരെയും അന്ധവിശ്വാസങ്ങൾക്കെതിരെയും ശക്തമായി പോരാടിയ സാമൂഹ്യ പരിഷ്കർത്താവും അതുകൂടാതെ കവിയും കൂടിയൊക്കെ ആയിരുന്നു വെള്ളിത്തുരുത്തി താഴത്ത് കരുത്തപ്പറ്റേരി രാമൻ ഭട്ടതിരിപ്പാട്. വെള്ളിത്തുരുത്തി താഴത്ത് കരുത്തപ്പറ്റേരി രാമൻ ഭട്ടതിരിപ്പാട് എന്ന VT ഭട്ടതിരിപ്പാട് നമ്പൂതിരി സമുദായത്തെ മനുഷ്യത്വമുള്ള ഒരു ആധുനിക സമൂഹമാക്കി മാറ്റുന്നതില് നിർണായക പങ്കുവഹിച്ച നവോത്ഥാന നായകനാണ് VT ഭട്ടതിരിപ്പാട്. നമ്പൂതിരി സമുദായ പരിഷ്കർത്താവ്, സാമൂഹിക പ്രവർത്തകൻ, എഴുത്തുകാരൻ എന്ന നിലയിലൊക്കെ അദ്ദേഹം അറിയപ്പെട്ടിരുന്നു. 1896 മാർച്ച് 26 പാലക്കാട് ജില്ലയിലെ മേഴത്തൂരിലാണ് ജനിക്കുന്നത്? VT ഭട്ടതിരിപ്പാട് ജനിക്കുന്നത് 1896 മാർച്ച് 26. അടുക്കളയിൽ നിന്ന് അരങ്ങത്തേക്ക് നമ്മൾ പറഞ്ഞു, നമ്പൂതിരി സ്ത്രീകൾ, അതായത് അന്തർജനങ്ങൾ എന്നാണ് അറിയപ്പെട്ടിരുന്നത്, അനുഭവിച്ചിരുന്ന ദുരിതങ്ങൾ തുറന്നു കാട്ടാനായിട്ടാണ് വർഷം അറിഞ്ഞിരിക്കണം 1929 VT ഭട്ടതിരിപ്പാട് രചിച്ച നാടകമാണ് അടുക്കളയിൽ നിന്ന് അരങ്ങത്തേക്ക്. നമ്പൂതിരി സ്ത്രീകൾ അനുഭവിച്ചിരുന്ന ദുരിതങ്ങൾ തുറന്നു കാട്ടാൻ വേണ്ടിയിട്ട് അദ്ദേഹം രചിച്ച നാടകമാണ്. ഇത് കേരള സാമൂഹിക ചരിത്രത്തിലെ ഒരു വലിയ വിപ്ലവമായി മാറുകയായിരുന്നു. അതുപോലെ തന്നെ ഇദ്ദേഹം സ്ഥാപിച്ച പ്രസ്ഥാനമാണ് യോഗക്ഷേമ. ഈ യോഗക്ഷേമ സഭയുടെ യുവജന വിഭാഗം നേതാവായി പ്രവർത്തിച്ച വ്യക്തി കൂടിയാണ് VT ഭട്ടതിരിപ്പാട്. ഈ യോഗജനക്ഷേമ അല്ലെങ്കിൽ യോഗക്ഷേമ സഭ, ആ യുവജന പ്രസ്ഥാനം പ്രവർത്തിച്ചത് തന്നെ നമ്പൂതിരിയെ മനുഷ്യനാക്കുക എന്ന ലക്ഷ്യത്തോടു കൂടിയായിരുന്നു. ഇനി ഇമ്പോർട്ടന്റ് ആയിട്ട് മറ്റൊരു ഫാക്ട് ഉണ്ട്. യാചനയാത്ര എക്സാമിന് ചോദിക്കാറുണ്ട്. തൃശ്ശൂരിലെ നമ്പൂതിരി വിദ്യാലയത്തിന്റെ ഫണ്ട് ശേഖരണത്തിനായി 1931 തൃശ്ശൂർ മുതൽ കാസർഗോഡ് ജില്ലയിലെ ചന്ദ്രഗിരി പുഴ വരെ യാചനയാത്ര നയിച്ചത് ആരാണെന്ന് ചോദിക്കാൻ 1931 VT ഭട്ടതിരിപ്പാടാണ്. അതുപോലെ തന്നെ മിശ്രഭോജനം നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. അന്തർജനങ്ങളുടെ മൂടുപടം, അന്ന് കോശ എന്നറിയപ്പെടും, ഈ മൂടുപടം മാറ്റാനും മിശ്രഭോജനം നടത്താനും മുന്നിട്ടിറങ്ങിയ നവോത്ഥാന നായകനാണ് VT ഭട്ടതിരിപ്പാട്. അദ്ദേഹമാണ് സ്വന്തം കുടുംബത്തിൽ ആദ്യമായി ഒരു വിധവാ വിവാഹമൊക്കെ നടത്തി മാതൃകയായത്. ഇദ്ദേഹത്തിന്റെ പ്രധാനപ്പെട്ട കൃതികൾ അറിഞ്ഞിരിക്കണം. എക്സാമിന് ചോദിക്കും. കണ്ണീരും കിനാവും VT ഭട്ടതിരിപ്പാടിന്റെ ആത്മകഥയാണ് കണ്ണീരും കിനാവും. അദ്ദേഹം എഴുതിയ നാടകമാണ് അടുക്കളയിൽ നിന്ന് അരങ്ങത്തേക്ക്. അതുപോലെ തന്നെ ചെറിയ മനുഷ്യരും വലിയ ലോകവും, പോം വഴി, ഇതൊക്കെ അദ്ദേഹത്തിന്റെ കൃതികൾപ്പെട്ടവയാണ്. ഇനി
1982 ഫെബ്രുവരി 12 അദ്ദേഹം അന്തരിച്ചു. ഇദ്ദേഹത്തിന്റെ ഒരു ജീവിത സന്ദേശമുണ്ട്. വി.ടി. ഭട്ടതിരിപ്പാടിന്റെ ജീവിത സന്ദേശമാണ് പഴയതിനെ തകർക്കുക, പുതിയതിനെ പണിയുക എന്നുള്ളത്. പഴയതിനെ തകർക്കുക, പുതിയതിനെ പണിയുക എന്നുള്ളത് വി.ടി. ഭട്ടതിരിപ്പാടിന്റെ ജീവിത സന്ദേശമാണ്. ഓക്കെ അല്ലേ? ഇനി നമുക്ക് അടുത്ത നവോത്ഥാന നായകനെ കുറിച്ച് മനസ്സിലാക്കണം. നിങ്ങൾ കേട്ടിട്ടുണ്ട്, ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കേരള ചരിത്രത്തിലെ ഒരു നവോത്ഥാന നായകനാണ് ആര്? വാഗ്ഭടാനന്ദൻ. വാഗ്ഭടാനന്ദനെ കുറിച്ച് നിങ്ങൾക്ക് നന്നായിട്ട് അറിയാം. എക്സാമിന് ഇതിൽ നിന്നൊക്കെ ഷുവർ ആയിട്ട് ക്വസ്റ്റ്യൻ ഉണ്ടാവും. യുക്തിയിൽ അധിഷ്ഠിതമായി വിമർശന ചിന്തയെ പ്രോത്സാഹിപ്പിച്ച നവോത്ഥാന നായകനാണ്. യുക്തിയിൽ അധിഷ്ഠിതമായി വിമർശന ചിന്തയെ പ്രോത്സാഹിപ്പിച്ച വ്യക്തിയാണ് വാഗ്ഭടാനന്ദൻ. ആചാരങ്ങളെ കാലത്തിനനുസരിച്ച് പരിഷ്കരിക്കാൻ ശ്രമിച്ച നവോത്ഥാന നായകൻ കൂടിയാണ് വാഗ്ഭടാനന്ദൻ. വാഗ്ഭടാനന്ദൻ സ്ഥാപിച്ച പ്രസ്ഥാനമാണ്, എക്സാമിന് ചോദിക്കും, സ്ഥിരം ചോദിക്കുന്നതാണ്, ആത്മവിദ്യാസംഘം. ഒരുപാട് തവണ ചോദിച്ചിട്ടുള്ളതാണ്. അപ്പോൾ കേരളത്തിലെ സാമൂഹിക തിന്മകൾക്കും ജാതി വ്യവസ്ഥയ്ക്കുമെതിരെ യുക്തിചിന്തയും അദ്വൈത ദർശനവും ആയുധമാക്കി പോരാടിയ പ്രമുഖ നവോത്ഥാന നായകനായിരുന്നു ആര്? വാഗ്ഭടാനന്ദൻ. വിജ്ഞാനപ്രദവും യുക്തിസഹവുമായ പ്രഭാഷണങ്ങളിലൂടെ ജനങ്ങളെ ഉണർത്തിയ നവോത്ഥാന നായകനാണ് വാഗ്ഭടാനന്ദൻ. എക്സാമിന് ഇങ്ങനെയും ചോദിക്കാൻ. മലബാറിലെ ശ്രീനാരായണ ഗുരു. മലബാറിലെ ശ്രീനാരായണ ഗുരു എന്നറിയപ്പെടുന്ന നവോത്ഥാന നായകൻ ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ എഴുതണം വാഗ്ഭടാനന്ദൻ. 1885 ഏപ്രിൽ 27 കണ്ണൂർ ജില്ലയിലെ പാട്യം ഗ്രാമത്തിലാണ് വാഗ്ഭടാനന്ദൻ ജനിക്കുന്നത്. കണ്ണൂർ ജില്ലയിലെ പാട്യം ഗ്രാമത്തിൽ. യഥാർത്ഥ പേരെന്തായിരുന്നു നിങ്ങൾക്കറിയാം? വയലേരി കുഞ്ഞിക്കണ്ണൻ ഗുരുക്കൾ എന്നായിരുന്നു. വയലേരി കുഞ്ഞിക്കണ്ണൻ ഗുരുക്കൾ എന്നായിരുന്നു വാഗ്ഭടാനന്റെ യഥാർത്ഥ നാമം. അതുപോലെ തന്നെ VK ഗുരുക്കൾ എന്ന ചുരുക്കപ്പേരിലും അറിയപ്പെട്ടിരുന്നത്. അദ്ദേഹത്തിന് വാഗ്ഭടാനന്ദൻ എന്ന പേര് ആരാണ് നൽകിയത്? വാക്ചാതുരിയിൽ ആനന്ദം കണ്ടെത്തുന്നവൻ എന്ന അർത്ഥമുള്ളതാണ് വാഗ്ഭടാനന്ദൻ. വാക്ചാതുരിയിൽ ആനന്ദം കണ്ടെത്തുന്നവൻ. അതായത് വാഗ്ഭടാനന്ദന്റെ, വയലേരി കുഞ്ഞിക്കണ്ണൻ ഗുരുക്കളുടെ അസാധാരണമായ പ്രസംഗപാഠവും അറിവും കണ്ട് ആലത്തൂരിലെ, ഓർത്തിരിക്കണം, ഇമ്പോർട്ടന്റ് ആണ്, ബ്രഹ്മാനന്ദ ശിവയോഗിയാണ്, ആലത്തൂരിലെ ബ്രഹ്മാനന്ദ ശിവയോഗിയാണ് വാഗ്ഭടാനന്ദൻ വാക്ചാതുരിയിൽ ആനന്ദം കണ്ടെത്തുന്നവൻ എന്ന പേര് നൽകിയത്. അതുപോലെ തന്നെ ചെറുപ്പകാലത്ത് നല്ല അറിവുള്ള നവോത്ഥാന നായകൻ കൂടിയാണ് വാഗ്ഭടാനന്ദൻ. അറിവ് കൊണ്ട് അദ്ദേഹത്തെ ബാലഗുരു എന്നും അറിയപ്പെട്ടിരുന്നു. അപ്പോൾ അദ്ദേഹം സ്ഥാപിച്ച പ്രസ്ഥാനമാണ്, വാഗ്ഭടാനന്ദൻ സ്ഥാപിച്ച പ്രസ്ഥാനമാണ് ആത്മവിദ്യാസംഘം. ജാതി ചിന്തകൾക്കും അന്ധവിശ്വാസങ്ങൾക്കുമെതിരെ പോരാടാൻ വേണ്ടിയിട്ടാണ് 1917, വർഷം അറിഞ്ഞിരിക്കുന്ന 1917 ആത്മവിദ്യാസംഘം ജാതി ചിന്തകൾക്കും അന്ധവിശ്വാസങ്ങൾക്കുമെതിരെ പോരാടാൻ വേണ്ടിയിട്ട് വാഗ്ഭടാനന്ദൻ 1917 സ്ഥാപിച്ചതാണ് ആത്മവിദ്യാസംഘം. ഈ ആത്മവിദ്യാസംഘം എന്ന് പറയുന്ന സംഘടനയുടെ അല്ലെങ്കിൽ പ്രസ്ഥാനത്തിന്റെ ഒരു മുഖ്യ സന്ദേശമുണ്ട്. നിങ്ങൾക്കറിയാം, നിങ്ങൾ കേട്ടിട്ടുണ്ടോ? ഉണരുവിൻ, അഖിലേഷനെ സ്മരിപ്പിൻ, ക്ഷണമെഴുന്നേൽപ്പിൻ, അനീതിയോട് എതിർപ്പിൻ. കേട്ടിട്ടില്ലേ? അപ്പോൾ ഈ ആത്മവിദ്യാസംഘം എന്ന പ്രസ്ഥാനത്തിന്റെ അല്ലെങ്കിൽ സംഘടനയുടെ മുഖ്യ സന്ദേശം ഉണരുവിൻ, അഖിലേഷനെ സ്മരിപ്പിൻ, ക്ഷണമെഴുന്നേൽപ്പിൻ, അനീതിയോട് എതിർപ്പിൻ എന്നുള്ളതാണ്. നിങ്ങൾ ULCCS കുറിച്ച് കേട്ടോ? ULCCS കുറിച്ച് അല്ലേ? ഊരാളുങ്കൽ ലേബർ കോൺട്രാക്ട് സൊസൈറ്റി കോഓപ്പറേറ്റീവ് സൊസൈറ്റിയെ കുറിച്ച് കേട്ടിട്ടില്ലേ? ഈ ഊരാളുങ്കൽ ലേബർ കോൺട്രാക്ട് കോഓപ്പറേറ്റീവ് സൊസൈറ്റി സ്ഥാപിക്കാൻ മുൻകൈ എടുത്തത് കീഴാള ജനവിഭാഗങ്ങളുടെ സാമ്പത്തിക സ്വാശ്രയത്തിന് വേണ്ടിയിട്ടാണ്. 1925 ലോകപ്രശസ്തമായിട്ടുള്ള ഊരാളുങ്കൽ ലേബർ കോൺട്രാക്ട് കോഓപ്പറേറ്റീവ് സൊസൈറ്റി സ്ഥാപിക്കാൻ വാഗ്ഭടാനന്ദൻ മുൻകൈയെടുത്തത്. അതുപോലെ തന്നെ 1906 കോഴിക്കോട് കാരപ്പറമ്പിൽ എല്ലാ ജാതിക്കാർക്കുമായിട്ട് വാഗ്ഭടാനന്ദൻ ഒരു സംസ്കൃത പഠന കേന്ദ്രമൊക്കെ ആരംഭിച്ച് തത്വപ്രകാശിക എന്നാണ് ആ സംസ്കൃത പഠന കേന്ദ്രത്തിന്റെ പേര്. തത്വപ്രകാശിക 1906 കോഴിക്കോട് കാരപ്പറമ്പിൽ എല്ലാ ജാതിക്കാർക്കും വേണ്ടിയിട്ട് അദ്ദേഹം ആരംഭിച്ച ഒരു സംസ്കൃത പഠന കേന്ദ്രമാണ്. ഇനി നമ്മളിനി അടുത്ത അദ്ദേഹത്തിന്റെ മറ്റ് ഫാക്ട്സിലേക്ക് പോവുകയാണെങ്കിൽ, തന്റെ ആശയങ്ങൾ പ്രചാരിപ്പിക്കാനായിട്ട് വാഗ്ഭടാനന്ദൻ ആത്മവിദ്യാ കാഹളം, അഭിനവ കേരളം, ശിവയോഗി വിലാസം എന്നീ മാസികകളും പത്രങ്ങളുമൊക്കെ വാഗ്ഭടാനന്ദൻ നടത്തിയിരുന്നു. എന്തായിരുന്നു?
തൻ്റെ ആശയങ്ങൾ പ്രചരിപ്പിക്കാനായിട്ട് എന്തൊക്കെയായിരുന്നു നടത്തിയിരുന്നത്? ആത്മവിദ്യ കാഹളം, അഭിനവ കേരളം, ശിവയോഗി വിലാസം എന്നീ മാസികകളും പത്രങ്ങളും ഒക്കെ അദ്ദേഹം നടത്തിയിരുന്നു. അദ്ദേഹത്തിന്റെ പ്രധാന കൃതികൾ അറിഞ്ഞിരിക്കണം. വാഗ്ഭടാനന്ദന്റെ പ്രധാന കൃതികൾ ആത്മവിദ്യ, അധ്യാത്മയുദ്ധം, ഈശ്വര വിചാരം, പ്രാർത്ഥനാഞ്ജലി എന്നിവയൊക്കെ വാഗ്ഭടാനന്ദന്റെ പ്രധാന കൃതികളാണ്. ഏതൊക്കെയാണ്? ഒരിക്കൽ കൂടി: ആത്മവിദ്യ, അധ്യാത്മയുദ്ധം, ഈശ്വര വിചാരം, പ്രാർത്ഥനാഞ്ജലി. അതുപോലെ തന്നെ ഇദ്ദേഹത്തിന് കുറച്ച് പ്രത്യേകതകൾ ഉണ്ടായിരുന്നു. എക്സാമിന് ചോദിച്ചിട്ടുണ്ട്. നവോത്ഥാന നായകരിൽ കാവ്യവസ്ത്രം ഉപേക്ഷിച്ച് കതർ ധരിച്ച ഏക വ്യക്തി കൂടിയാണ് ആര്? വാഗ്ഭടാനന്ദൻ. ഇങ്ങനെ തന്നെ ചോദിക്കാം. നവോത്ഥാന നായകരില് കാവ്യവസ്ത്രം ഉപേക്ഷിച്ച് കതർ ധരിച്ച ഏക വ്യക്തിയായിരുന്നു വാഗ്ഭടാനന്ദൻ. വിഗ്രഹാരാധനയെയും ക്ഷേത്രങ്ങളിലെ അനാചാരങ്ങളെയും ശക്തമായി എതിർക്കുകയും ചെയ്ത നവോത്ഥാന നായകനാണ് ആര്? വാഗ്ഭടാനന്ദൻ. വിഗ്രഹാരാധനയും ക്ഷേത്രങ്ങളിലെ അനാചാരങ്ങളെയും ശക്തമായിട്ട് അദ്ദേഹം എതിർത്തു. അതുപോലെ തന്നെ ശ്രീനാരായണ ഗുരുവുമായ അദ്വൈത ദർശനങ്ങൾ വലിയ ആത്മബന്ധം പുലർത്തുമ്പോഴും ഗുരുവിന്റെ ക്ഷേത്ര പ്രതിഷ്ഠകളെ അദ്ദേഹം എന്ത് ചെയ്തിട്ടുണ്ട്? വിഗ്രഹാരാധനയെ എതിർത്ത വ്യക്തിയായിരുന്നല്ലോ. അദ്ദേഹം എന്ത് ചെയ്ത്? സ്നേഹത്തോടെ വിമർശിച്ചിരുന്നു. 1939 ഒക്ടോബർ 29 വാഗ്ഭടാനന്ദൻ. ഇവരെ കൂടാതെ നിരവധി സാമൂഹിക പരിഷ്കർത്താക്കൾ കേരളത്തിൽ ഉണ്ടായിട്ടുണ്ട്, നമ്മൾ പഠിച്ചിട്ടുണ്ട്. ദാക്ഷായണി വേലായുധൻ, പാർവതി നെന്മേലിമംഗലം, ആര്യാപ്പള്ളം, കാളിക്കുട്ടി ആശാത്തി, ഇതൊക്കെ സ്ത്രീകളുടെ ഉന്നമനത്തിന് വേണ്ടിയിട്ട് പ്രവർത്തിച്ച നവോത്ഥാന നായകരിൽപ്പെട്ട സ്ത്രീ വക്താക്കളാണ്. ദാക്ഷായണി വേലായുധനെ കുറിച്ച് നിങ്ങൾ കേട്ടിട്ടുണ്ട്. ഇന്ത്യൻ ഭരണഘടനാ നിർമ്മാണ സഭയിലെ കോൺസ്റ്റിറ്റ്യൂന്റ് അസംബ്ലിയിലെ ഏക ദളിത് വനിതയും അതുപോലെ തന്നെ കേരളത്തിൽ നിന്നുള്ള ആദ്യത്തെ, എക്സാമിന് ഇങ്ങനെ തന്നെ ചോദിച്ചിട്ടുണ്ട്, കേരളത്തിൽ നിന്നുള്ള ആദ്യത്തെ വനിതാ ബിരുദധാരിയുമായിരുന്നു ദാക്ഷായണി വേലായുധൻ. പാർശ്വവൽക്കരിക്കപ്പെട്ട ജനവിഭാഗങ്ങളുടെയും സ്ത്രീകളുടെയും അവകാശങ്ങൾക്കായി ദേശീയ തലത്തിൽ ശബ്ദമുയർത്തിയ സമാനതകളില്ലാത്ത നേതാവാണ് ദാക്ഷായണി വേലായുധൻ. അപ്പോൾ നമ്മുടെ ഇന്ത്യൻ ഭരണഘടനാ നിർമ്മാണ സഭയിൽ, ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂന്റ് അസംബ്ലിയിലെ ഏക ദളിത് വനിതയും കേരളത്തിൽ നിന്നുള്ള ആദ്യത്തെ വനിതാ ബിരുദധാരിയുമായിരുന്നു ആര്? ദാക്ഷായണി വേലായുധൻ. 1912 ജൂലൈ 4 കൊച്ചിയിലെ മുളവുകാട് ദ്വീപിലെ പുലയ സമുദായത്തിലാണ് ദാക്ഷായണി വേലായുധൻ ജനിക്കുന്നത്. പ്രശസ്ത സാമൂഹിക പരിഷ്കർത്താവ് KP കറുപ്പൻ, നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. ആ KP കറുപ്പന്റെ സഹോദരി പുത്രിയായിരുന്നു ആര്? ദാക്ഷായണി വേലായുധൻ. 1935 എറണാകുളം മഹാരാജാസ് കോളേജിൽ നിന്ന് കെമിസ്ട്രിയിൽ ബിരുദം നേടുകയും അതുപോലെ തന്നെ ഇന്ത്യയിൽ തന്നെ ബിരുദം നേടുന്ന ആദ്യ ദളിത് വനിതകൾ ഒരാളായിരുന്നു ആര്? ദാക്ഷായണി വേലായുധൻ. 1946 മദ്രാസ് മണ്ഡലത്തിൽ നിന്നും കോൺഗ്രസ് പ്രതിനിധിയായി ഭരണഘടനാ നിർമ്മാണ സഭയിലേക്ക് 1946 ദാക്ഷായണി വേലായുധൻ തിരഞ്ഞെടുക്കപ്പെട്ടിരുന്നു. ആ സമയത്ത് സഭയിലെ ഏറ്റവും പ്രായം കുറഞ്ഞ വ്യക്തികൾ ഒരാളായിരുന്നു ആര്? ദാക്ഷായണി വേലായുധൻ. തൊട്ടികൂടായ്മയ്ക്കും ജാതി വിവേചനത്തിനുമെതിരെ ഭരണഘടനയിൽ ശക്തമായ വകുപ്പുകൾ ഉൾപ്പെടുത്താൻ BR അംബേദ്കറുടെ നിലപാടുകളെ പിന്തുണച്ചുകൊണ്ട് വാദിച്ച നവോത്ഥാന നായകരിൽ ഒരാളാണ് ആര്? ദാക്ഷായണി വേലായുധൻ. 1946 മുതൽ 1952 വരെ ഇന്ത്യയുടെ താത്കാലിക പാർലമെന്റിൽ അംഗമായിട്ട് സേവനമനുഷ്ഠിച്ച നവോത്ഥാന അല്ലെങ്കിൽ സാമൂഹ്യ പരിഷ്കർത്താക്കൾ ഒരാളാണ് ദാക്ഷായണി വേലായുധൻ. പ്രമുഖ ദളിത് നേതാവായിരുന്ന R വേലായുധനെയാണ് അവർ വിവാഹം കഴിച്ചത്. മഹാത്മാഗാന്ധിയുടെയും കസ്തൂർബ ഗാന്ധിയുടെയും സാന്നിധ്യത്തിൽ വാർധയിലെ ആശ്രമത്തിൽ വെച്ചായിരുന്നു വിവാഹം നടന്നത്. എവിടെ വെച്ചായിരുന്നു? വാർധയിലെ ആശ്രമം. അതുപോലെ തന്നെ ദളിത് സ്ത്രീകളുടെ ഉന്നമനത്തിനായി ഡൽഹി കേന്ദ്രീകരിച്ച് മഹിളാ ജാഗൃതി പരിഷത്ത് എന്ന സംഘടന സ്ഥാപിച്ചതും ആരായിരുന്നു? ദാക്ഷായണി വേലായുധനാണ്. ദാക്ഷായണി വേലായുധൻ സ്ഥാപിച്ച സംഘടനയാണ് മഹിളാ ജാഗൃതി പരിഷത്ത്. ദളിത് സ്ത്രീകളുടെ ഉന്നമനത്തിനായി ഡൽഹി കേന്ദ്രീകരിച്ച് ദാക്ഷായണി വേലായുധൻ സ്ഥാപിച്ച സംഘടനയാണ് മഹിളാ ജാഗൃതി പരിഷത്ത് എന്ന സംഘടന. കേരള സർക്കാർ സ്ത്രീ ശാക്തീകരണ രംഗത്ത് മികച്ച സംഭാവന നൽകുന്ന വനിതകൾക്കായി അവരുടെ പേരിൽ, അതായത് ദാക്ഷായണി വേലായുധന്റെ പേരിൽ സംസ്ഥാന അവാർഡൊക്കെ ഏർപ്പെടുത്തിയിട്ടുണ്ട്.
അപ്പോൾ ദാക്ഷായണി വേലായുധന്റെ സംഭാവനകളെ മാനിച്ച് 2026 ഇന്ത്യൻ തപാൽ വകുപ്പ് എന്ത് ചെയ്ത് അവരുടെ ചിത്രമുള്ള പ്രത്യേക സ്മരണിക സ്റ്റാമ്പൊക്കെ പുറത്തിറക്കി മരണാനന്തര ബഹുമതിയായിട്ടാണ് ദാക്ഷായണി വേലായുധന്റെ സംഭാവനകളെ മാനിച്ച് 2026 ഇന്ത്യൻ തപാൽ വകുപ്പ് അവരുടെ ചിത്രമുള്ള പ്രത്യേക സ്മരണിക സ്റ്റാമ്പൊക്കെ പുറത്തിറക്കിയത്. ഓക്കെ അല്ലേ? ഇനി നമുക്ക് പാർവതി നെന്മേനി മംഗലത്തെ കുറിച്ച് മനസ്സിലാക്കണം. ആരാണ് പാർവതി നെന്മേനി മംഗലം? പാർവതി നെന്മേനി മംഗലത്തെ കുറിച്ച് മനസ്സിലാക്കണം. കേരളത്തിലെ നമ്പൂതിരി സമുദായത്തിലെ യാഥാസ്ഥിക ആചാരങ്ങൾക്കെതിരെയും പുരുഷാധിപത്യത്തിനെതിരെയും സധൈര്യം പോരാടിയ പ്രമുഖ നവോത്ഥാന നായികയായിരുന്നു പാർവതി നെന്മേനി മംഗലം. കേരളത്തിലെ നമ്പൂതിരി സമുദായത്തിലെ യാഥാസ്ഥിക ആചാരങ്ങൾക്കെതിരെയും പുരുഷാധിപത്യത്തിനെതിരെയും സധൈര്യം പോരാടിയ പ്രമുഖ നവോത്ഥാന നായികയായിരുന്നു ആര്? പാർവതി നെന്മേനി മംഗലം. വീടുകളിൽ തളയ്ക്കപ്പെട്ടിരുന്ന അന്തർജനങ്ങളെ, അതായത് നമ്പൂതിരി സ്ത്രീകള്, ആ നമ്പൂതിരി സ്ത്രീകളെ പൊതുസമൂഹത്തിന്റെ മുൻനിരയിലേക്ക് നയിക്കാൻ പാർവതി നെന്മേനി മംഗലം വിപ്ലവകരമായ നേതൃത്വമൊക്കെ നൽകി. 1911 തൃശൂർ ജില്ലയിലെ ഇരിങ്ങാലക്കുടയിലെ നടവരമ്പ് നല്ലൂർ ഇല്ലത്താണ് പാർവതി നെന്മേനി മംഗലം ജനിക്കുന്നത്. വിഷ്ണു നമ്പൂതിരിയുടെയും സരസ്വതി അന്തർജനത്തിന്റെ മകളായിരുന്നു. നിങ്ങൾ കേട്ടിട്ടുണ്ടാവും ഘോഷ ബഹിഷ്കരണം. 1929 നമ്പൂതിരി സ്ത്രീകൾ പുറത്തിറങ്ങുമ്പോൾ ശരീരം മുഴുവൻ മൂടിപ്പുതയ്ക്കണമെന്ന ഘോഷ, ആ ആചാരത്തിനെതിരെ ഈ ആചാരത്തിനെതിരെ പ്രവർത്തിച്ച അല്ലെങ്കിൽ പ്രതികരിച്ച വ്യക്തി കൂടിയാണ് ആര്? പാർവതി നെന്മേനി മംഗലം. നിങ്ങൾ കേട്ടിട്ടുണ്ടാവും നമ്പൂതിരി സ്ത്രീകളുടെ അവകാശങ്ങൾക്കായി ശബ്ദമുയർത്താൻ അവരെന്ത് ചെയ്തു? സ്വന്തം വീട്, ചേറ്റുപുഴയിലെ സ്വന്തം വീട് കേന്ദ്രീകരിച്ച് അന്തർജന സമാജമൊക്കെ സ്ഥാപിച്ചിട്ടുണ്ട്. നമ്മൾ ആര്യപ്പള്ളത്തെ കുറിച്ചൊക്കെ മുൻപ് മനസ്സിലാക്കിയിട്ടുണ്ട്. അപ്പോൾ കൂട്ടുകാരെ, നമ്മൾ കേരളത്തിലെ നവോത്ഥാന നായകരെ കുറിച്ച് അല്ലെങ്കിൽ സാമൂഹ്യ പരിഷ്കർത്താക്കളെ കുറിച്ച് SCERT പാഠപുസ്തകത്തിൽ പറഞ്ഞിരിക്കുന്ന വസ്തുതകളും അതിൻ്റെ അനുബന്ധ വസ്തുതകളുമാണ് ഇന്നത്തെ ക്ലാസ്സിലൂടെ മനസ്സിലാക്കിയത്. നിങ്ങൾക്ക് ഇനിയുള്ള എല്ലാ തരത്തിലുള്ള എക്സാമിന് പ്രയോജനം ചെയ്യുന്ന ഒരു ടോപ്പിക്കാണ്. അതുകൊണ്ട് കണ്ട് കേട്ട് മനസ്സിലാക്കുക. നിങ്ങൾക്ക് ക്ലാസ് ഇഷ്ടപ്പെടുന്നെങ്കിൽ ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും വാച്ച് ചെയ്യുന്നുണ്ടെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക. ബൈ, ടേക്ക് കെയർ.